ഇന്ന് നമുക്ക് മീൻ വെച്ച് തയ്യാറാക്കാവുന്ന ഒരു കോണ്ടിനെന്റൽ ഡിഷ് പരിചയപ്പെടാം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫിഷ് മോർണേ എന്നാണ് ഇതിന് പറയുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഈ വിഭവം ബേക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത് ഫിഷിന്റെ ഒരു സ്റ്റോക്കാണ്. അതിനുവേണ്ടി ഇവിടെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ 5 പച്ചമുളക് 1 ഇഞ്ച് നീളത്തിൽ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ അവിടെ സൈഡിൽ മാറ്റി വയ്ക്കുക. ഞാനിവിടെ നെയ്മീൻ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. നെയ്മീൻ ഇവിടെ 1 കിലോ വട്ടത്തിലുള്ള പീസ് എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് സ്റ്റോക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ മൂടി വെച്ചൊന്ന് തിളപ്പിക്കാം. തിളച്ചു വരുന്നതിന് ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നിരത്തിയിടുക. ഉടഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മീൻ കഷ്ണങ്ങളൊക്കെ നിരത്തിയിട്ടതിന് ശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മുതൽ 10 മിനിറ്റിന്റെ ഉള്ളിൽ വേവിച്ച് എടുക്കുക. മീൻ വേകുന്ന ഒരു ഇതേ ഉള്ളൂ, അത് ഓരോ മീൻ അനുസരിച്ചിരിക്കും. ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റിയ മീനുകൾ എന്ന് പറഞ്ഞാൽ നെയ്മീൻ അല്ലെങ്കിൽ കാളാഞ്ചി, മോത അങ്ങനെയുള്ള മീനുകൾ എടുക്കുക. നല്ല റൗണ്ടിലുള്ള വലിയ പീസുകൾ നോക്കി തന്നെ സെലക്ട് ചെയ്യുക. എനിക്ക് നെയ്മീനാണെങ്കിലും ചെറിയ നെയ്മീനാണ് കിട്ടിയത്. അപ്പം നല്ല വലിയ നെയ്മീനാണെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇവിടെ മീനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഉടയാതെ ഈ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള ആ സ്റ്റോക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ച് വേറെ എടുത്തു വെക്കുക. ഇനി ഇതിനു വേണ്ടുന്ന ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ 1 ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 250 ml ഗ്ലാസ് ആണ്. ബ്രെഡ് ക്രംസ് ആണ് ഇത്. ഒരു 4 സ്ലൈസ് ബ്രെഡ് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഫിഷ് സ്റ്റോക്കാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത്. അത് അരിപ്പയിലൂടെ അരിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇത് 2.5 കപ്പുണ്ട്. അടുത്തതായി നമുക്ക് വേണ്ടുന്ന മൈദയാണ്. 2 ടേബിൾ സ്പൂൺ മൈദയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി 2 മുട്ടയും കൂടി സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ചീസാണ് നമുക്ക് വേണ്ടുന്നത്. ഇത് ചീസിന്റെ സ്ലൈസ് ആണ്. അത് 2 എണ്ണം വേണ്ടി വരും. നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മൊസറല്ല ചീസ് തന്നെ യൂസ് ചെയ്യുക, അതായത് പിസ്സയിൽ ചേർക്കുന്ന ചീസ്. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സ്ലൈസ് എടുത്തത്. ഇനി നമുക്ക് വേണ്ടുന്നത് ബട്ടറാണ്. ബട്ടർ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് മോർണേ സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണോളം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ചേർത്ത് ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. മൈദ ബട്ടറിൽ ഇരുന്ന് ഒന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത്, ചെറിയ തീയിലായിരിക്കണം, ആ സമയത്ത് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൽ കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ തീയിലിട്ട് വേണം ഈ സോസ് ഉണ്ടാക്കാനായിട്ട്. അതിനുശേഷം ഈ പാല് നല്ലപോലെ ഒന്ന് കുറുകി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന ഫിഷ് സ്റ്റോക്കും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പതുക്കെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടാക്കിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചീസ് സ്ലൈസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ മൊസറല്ല ചീസ് ഒരു കുറച്ച് ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ. ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. ചീസ് സ്ലൈസ് ആയതുകൊണ്ട് 2 ചീസ് സ്ലൈസ് ആണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ചീസും ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക. എന്നിട്ട് നല്ലതുപോലെ ഈ ചീസൊക്കെ ഒന്ന് ഈ സോസിൽ കിടന്നൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത്, അതായത് തീ ഓഫ് ചെയ്തൊരു 2 മിനിറ്റ് ആവുമ്പോൾ നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന 2 മുട്ട നല്ലതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് അടിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ ഇളക്കി കൊടുക്കുക.
അപ്പം തിളച്ച പടി, അതായത് തീ ഓണാക്കി ഈ മുട്ട ചേർത്ത് കൊടുത്താൽ പിരിഞ്ഞ പോലെ വരും. അപ്പം അതുകൊണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം മുട്ടയും പാലും ചീസും ബട്ടറും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് വന്നോളും. ഇപ്പോൾ ഒട്ടും പിരിഞ്ഞ് തുടങ്ങിയിട്ടോ ഒന്നുമില്ല. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് പെപ്പർ പൗഡറാണ്. വൈറ്റ് പെപ്പർ പൗഡർ ഉള്ളവർ അത് ചേർത്ത് കൊടുത്തോളുക. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അവൻ സേഫ് ആയിട്ടുള്ള ഒരു ട്രേ എടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അവൻ സേഫ് ആയിട്ടുള്ള ഗ്ലാസ് ട്രേ ആണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ട്രേയിലേക്ക് നമ്മൾ ആ സോസ് ഒഴിച്ചു കൊടുത്തിരിക്കുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നിരത്തി ഇടാം. അങ്ങനെ എല്ലാ മീൻ കഷ്ണങ്ങളും ഈ സോസിൽ നല്ല മുങ്ങിയിരിക്കുന്ന രീതിയിൽ നിരത്തി ഇടണം. മീൻ കഷ്ണങ്ങളെല്ലാം ഈ സോസിലേക്ക് നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലേക്ക് വട്ടത്തിൽ അരിഞ്ഞ നല്ലപോലെ പഴുത്ത വട്ടത്തിലരിഞ്ഞ തക്കാളി 2 നിരത്തി ഇടുവാണ്. 2 or 3 ഒക്കെ നിങ്ങൾക്ക് നിരത്തി വെക്കാം. ഈ ട്രേയിൽ ഫുള്ള് മുകളിലൂടെ ഇങ്ങനെ വട്ടത്തിൽ അകത്തി വെക്കണം. അത് എത്രത്തോളം വേണോ അത്രത്തോളം തക്കാളി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇപ്പൊ ഇവിടെ തക്കാളിയൊക്കെ നിരത്തി മുകളിൽ വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ആ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ബ്രെഡ് ക്രംസ് ഇങ്ങനെ വെറുതെ വിതറി കൊടുത്താൽ മതി. അതായത് 4 ബ്രെഡിന്റെ സ്ലൈസ് ഫുള്ളൊന്നും ചേർത്ത് കൊടുക്കണ്ട, പാകത്തിന് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കണം, അതാണ് അതിന്റെ ഒരു കണക്ക്. ഇപ്പൊ ബ്രെഡ് ക്രംസ് ഒക്കെ നിരത്തിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്ലൈസ് ചീസ് എടുത്ത് ഇതേപോലെ ഒന്ന് പിച്ചിട്ട് മുകളിലൂടെ നിരത്തി ഇടാം. അത് 2 or 3 സ്ലൈസ് ചീസ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളുക. മൊസറല്ല ചീസ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. മൊസറല്ല ചീസ് ഉള്ളവർ പിസ്സയിലൊക്കെ ചേർത്ത് കൊടുക്കുന്ന പോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ വിതറി കൊടുക്കുക മുകളിൽ. ഇനി ഇതിന്റെ മുകളിലേക്ക് അല്പം കുരുമുളക് പൊടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ആവശ്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിനകത്ത് എരിവെന്ന് പറയാനായിട്ട് കുരുമുളക് പൊടി ആ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. പിന്നെ എരിവ് വേണ്ടവർ ഫിഷ് സ്റ്റോക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മുളകിന്റെ എണ്ണം കൂട്ടുക, അതായത് പച്ചമുളകിന്റെ എണ്ണം കൂട്ടിയതിന് ശേഷം എരിവ് ആക്കിയെടുക്കുക. ഇപ്പൊ ഇവിടെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ട്രേയിൽ. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത OTGയിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു 30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കേണ്ടി വരും. അപ്പം ഇതിന്റെ ടൈമും ടെമ്പറേച്ചറൊക്കെ ഓരോരുത്തരുടെ OTG അനുസരിച്ചിരിക്കും. അത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടി വരും. 30 മിനിറ്റിന് ശേഷം ബേക്ക് ചെയ്ത് ഇത് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകൾ വശം നല്ല ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടാൽ അറിയാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഫിഷ് മോർനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ ഒപ്പം നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. OTGയിൽ ബേക്ക് ചെയ്താലേ ഉള്ളൂ ഇതിന്റെ ആ മുകൾ വശം ബ്രൗൺ കളറിൽ വരുവുള്ളൂ. ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം, പക്ഷെ മുകൾ വശം ബ്രൗൺ കളറിൽ ആവില്ല. അതാണ് അങ്ങനെ ചെയ്താലുള്ള ഒരു പ്രശ്നം. ടേസ്റ്റിനൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഇനി ഇതൊന്ന് നമുക്ക് പതുക്കെ സൂക്ഷിച്ച് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ മാറ്റുമ്പോൾ നിങ്ങൾ ഈ മീൻ ഉടഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം മാറ്റാനായിട്ട്. ഈ തക്കാളിയൊക്കെ കൂട്ടി തന്നെ നമ്മൾ ഈ മീൻ കഴിക്കണം കേട്ടോ, എങ്കിലാണ് ഇതിന്റെ റിയൽ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിലോ അല്ലെങ്കിൽ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനേബിൾ ചെയ്തിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ബൈ.